ഒരാളുടെ മേളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതിന് 2-3 സൈൻ ഉണ്ട്. ഒന്നാമത്തെ കാര്യം വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 4:31. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ആ പരിശുദ്ധാത്മാവുള്ളവനിൽ ഒന്നാമത് കാണുന്ന കാര്യം എന്താ കാണുന്നേ? കർത്താവിന് വേണ്ടിയും തൻ്റെ വചനത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം. ഏത് പുള്ളിയുടെ മുമ്പിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം. ഞാൻ വീണ്ടും ഒരു കാര്യം എടുത്തു പറയാണ്. 2 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് പറയാൻ മുട്ടിടിക്കുന്ന നിന്നെ 10,000ങ്ങളുടെ നടുവിൽ നിർത്തി, ഓ യേശുവിന്റെ നാമത്തിൽ, ഇതാരോടുള്ള ഒരു ദൂതാണ്. 2 വാക്ക് പറയാൻ 2 പേരുടെ മുമ്പിൽ നിന്നാൽ മുട്ടിടിക്കുന്ന നിന്നെ പ്ലാറ്റ്ഫോമുകളിൽ നിർത്തി 10,000ങ്ങൾക്ക് വേണ്ടി ദൈവവചനം ശുശ്രൂഷിപ്പിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ചാത്മാവിൽ ദൈവത്തിന് നന്ദി പറഞ്ഞേ. പരിശുദ്ധാത്മാവുള്ളവരുടെ 2ാമത്തെ ലക്ഷണം റോമർ 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഇപ്പൊ പരിശുദ്ധാത്മാവുള്ളവരിൽ എന്തുണ്ട്? ദൈവത്തിന്റെ സ്നേഹം. നിങ്ങളുടെ കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സ്നേഹമാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ആ സ്നേഹം സകലത്തെയും അതിജീവിച്ചിരിക്കും. പരിശുദ്ധാത്മാവുള്ള നിങ്ങളിൽ ഒന്നാമത് വേണ്ടത് ദൈവവചനം പ്രസ്താവിക്കാനുള്ള ക്രിസ്തുവിലുള്ള ധൈര്യം. പരിശുദ്ധാത്മാവുള്ള നിങ്ങളിൽ, എന്നിൽ 2ാമത് വേണ്ടത് കർത്താവിൻ്റെ സ്നേഹം.